അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വഹീഹുൽ ബുഖാരി സബക്ക് 9. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിർഖൽ രാജാവിൻ്റെ വലിയൊരു ചരിത്രമാണ്. ബാക്കി നമുക്ക് അതിലേക്ക് കടക്കാം. ഖാല, ഹിർഖൽ രാജാവ് പറഞ്ഞു, ഫഹൽ ഖാല ഹാദൽ ഖൗല, ഈ ഖൗലിനെ, ഈ വാക്കിനെ പറഞ്ഞിട്ടുണ്ടോ? ഈ വാക്കെന്ന് പറഞ്ഞാൽ എന്താ? മുത്തുനബി അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സത്യമതം ഇസ്ലാമാണെന്നുമാണല്ലോ വാദം. ഈ ഖൗലിനെ പറഞ്ഞിട്ടുണ്ടോ മിൻകും, നിങ്ങളിൽ നിന്ന് അഹദൻ, ഒരാളും പറഞ്ഞിട്ടുണ്ടോ? ഖത്തു, തിരെ തന്നെ കബലഹു, ഇതിൻ്റെ മുമ്പ്. ഈ മുഹമ്മദ് എന്ന വ്യക്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുന്നതിൻ്റെ മുമ്പ്, ഈ വാക്ക് പറയുന്നതിന് മുമ്പ് മറ്റാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞു. അബൂ സുഫിയാൻ പറയാം, ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ മുമ്പ് അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഖാല, ഹിർഖൽ രാജാവ് പറഞ്ഞു, ഫഹൽ ഖാല മിൻ ആബാഇഹി, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂട്ടത്തിലുണ്ടോ? മിൻ മലിക്കിൻ, വല്ല രാജാവുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഉപ്പമാർ, ഉപ്പാപ്പന്മാർ, വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവർ, വലിയ രാജാക്കന്മാരുണ്ടോ എന്ന് ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഖാല, ഹിർഖൽ രാജാവ് പറഞ്ഞു, ഫഅശ്റാഫുന്നാസി യത്തബിഊനഹു അം ളുഅഫാഉഹും, ജനങ്ങളുടെ കൂട്ടത്തിൽ ശരീഫീങ്ങളായിട്ടുള്ളവർ, നല്ല നല്ല സ്ഥാനത്തിൽ നിൽക്കുന്നവരാണോ അദ്ദേഹത്തെ പിൻപറ്റുന്നത്? അല്ല, ലൊഈഫീങ്ങളാണോ, ദുർബലന്മാരാണോ, മിസ്കീന്മാരാണോ, ഫക്കീർമാർ, സാധുക്കളാണ് പിൻപറ്റുന്നത് ചോദിച്ചു. അപ്പോൾ ഫഖുൽത്ത്, ഞാൻ പറഞ്ഞു, ബൽ ളുഅഫാഉഹും, ജനങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളാണ്, പാവപ്പെട്ടവരാണ് ആ മുഹമ്മദിനോട് പിൻപറ്റുന്നത് എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, ഹിർഖൽ രാജാവ് പറയാണ്, അയസീദൂന അം യൻഖുസൂന, അവർ ഏറുകയാണോ കുറയുകയാണോ? ആളുകൾ ഏറുകയാണോ കുറയുകയാണോ? ഖുൽതു, ഞാൻ പറഞ്ഞു, ബൽ യസീദൂന, അവർ ഏറുകയാണ്, ആളിങ്ങനെ ഏറുകയാണ്. ഖാല, ഹിർഖൽ രാജാവ് പറഞ്ഞു, ഫൽ ഇർതത്തു അഹദും മിൻഹും, അവരിൽ നിന്ന് ഒരാൾ തിരിച്ചു പോരുന്നുണ്ടോ? സഖ്തത്തൻ ലിദീനിഹി, തൻ്റെ ദീനിനെ വെറുത്ത കാരണമായി. ദേഷ്യം എന്നൊക്കെ അർത്ഥം സഖ്തത്തിൻ്റെ, കോപത്തിന് വേണ്ടിയൊക്കെ. അപ്പോൾ വല്ല ദീനിനൊക്കെ വെറുത്തതിന് വേണ്ടി ആ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം വീണ്ടും ആരെങ്കിലും തിരിച്ചു പോരുന്നുണ്ടോ? ബഅദ അയ്യദ്ഖുല ഫീഹി, ആ ദീനിൽ പ്രവേശിച്ചതിൻ്റെ ശേഷം തൻ്റെ ദീനിനെ വെറുത്ത കാരണമായി ആരെങ്കിലും തിരിച്ചു പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല, ആരും തിരിച്ചു പോരുന്നൊന്നുമില്ല. ഖാല, ഹിർഖൽ രാജാവ് പറഞ്ഞു, ഫഅൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബി, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടോ? ബിൽ കദിബി, കളവ് അറിയുന്നത് കൊണ്ട്. അദ്ദേഹം കളവ് അറിയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടോ? കബുല അയ്യക്കൂല മാക്കാല, അദ്ദേഹം ഈ പറയുന്ന വാക്ക് പറയുന്നതിന് മുമ്പ്, ഇപ്പോൾ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് കളവാണെന്നറിയാം, പക്ഷെ അതിൻ്റെ മുമ്പ് വല്ല കളവ് പറഞ്ഞ് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടോ? കാല. അപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊക്കെ ഇതിനു മുമ്പ് കളവൊന്നും പറയുന്ന വ്യക്തിയല്ല. കാല, ഹിർഖൽ രാജാവ് പറഞ്ഞു, ഫൽ യഹൂദിറു, അദ്ദേഹം ചതിക്കാറുണ്ടോ, വഞ്ചിക്കാറുണ്ടോ? അദ്ദേഹം സത്യം മാത്രം പറയുന്ന ആളാണോ? അല്ല, അദ്ദേഹം നല്ല നടപ്പടക്കുന്ന ആളാണോ? വഞ്ചിക്കാറുണ്ടോ ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വഞ്ചന ചതിയില്ല ആളല്ല പറഞ്ഞു. വല്ല ആര് കൂട്ടാണ്? അബൂ സുഫിയാൻ എന്നൊരു കൂട്ടാണ്. വനഹനു, ഞങ്ങൾ മിൻഹു, അദ്ദേഹവുമായി ഫി മുദ്ദത്തിൻ, ഒരു കാലയളവിലാണ്, ഒരു സന്ധിയിലാണ്. ലാനദിരിമാ ഹുവ ഫായിലും ഫിയ, ആ മുദ്ദത്തിൽ, ആ കാലഘട്ടത്തിൽ, ആ കാലയളവിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാത്ത കാര്യത്തിലൊക്കെ അദ്ദേഹം എന്താണ്, ഓക്കെയാണ് എന്ന് പറഞ്ഞു. ആര്? അബൂ സുഫിയാൻ. കാല, ഹിർഖൽ രാജാവ് പറഞ്ഞു, കാല, അബൂ സുഫിയാൻ പറയാണ്, വലം തുമക്കിനി കലിമത്തുൻ, ഒരു കലിമത്തും എനിക്കെന്തായിട്ടില്ല, സൗകര്യപ്പെട്ടിട്ടില്ല, ഞാൻ കടത്തി കൂട്ടിയിട്ടില്ല. ഉദ്ഖിലു ഫിഹ, അതിൽ ഞാൻ കടത്തി കൂട്ടും, പ്രവേശിപ്പിക്കും ചെയ്യാൻ ഒരു ഷെയ്ഖിനെ, വൈറ അതിൽ കലിമത്തി, ഈ കലിമത്തല്ലാത്ത എനിക്കൊരു ചാൻസും കിട്ടിയിട്ടില്ല. ആകെ ഒരു കലിമത്തെ കടത്തി കൂട്ടിയിട്ടുള്ളൂ. ഏതാ കലിമത്ത്? വനഹനു മിൻഹു ഫി മുദ്ദത്തിലാനെതിരി മാ ഹുവ ഫായിലും ഫിഹ എന്ന് പറഞ്ഞില്ലേ, ആ കലിമത്ത് മാത്രമേ കടത്തി കൂട്ടിയിട്ടുള്ളൂ, ബാക്കിയൊന്നും ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. കാല, ഹിർഖൽ രാജാവ് പറഞ്ഞു, ഫഹൽ ഖാതൽതുമൂഹു, അദ്ദേഹവുമായി നിങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഖുൽതു, ഞാൻ പറഞ്ഞു, ഞാൻ അതെ, യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ മുമ്പ് ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ. കാല, അപ്പോൾ ഈ ഹിർഖൽ രാജാവ് പറഞ്ഞു, ഫകൈഫകാന കിത്താലക്കും, അല്ലേ, ഫകൈഫകാന കിത്താലക്കും ഇയാഹു, അദ്ദേഹവുമായുള്ള നിങ്ങൾ യുദ്ധമൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾ വിജയിച്ചിട്ടുണ്ടോ? അല്ല, പരാജയപ്പെട്ടേക്കാണ്, അദ്ദേഹം പരാജയപ്പെട്ടേക്കെന്ന് പറഞ്ഞെന്നാട്ടെ. ഖുൽതു, ഞാൻ പറഞ്ഞു, ഹൽ ഹർബു ബൈനനാ ബൈനഹു സിജാലുൻ, യുദ്ധമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിടയിലും അദ്ദേഹത്തിനിടയിലും സിജാലുൻ, ബക്കറ്റ് പോലെയാണ്. സിജാൽ പറഞ്ഞാൽ ബക്കറ്റുകളൊക്കെ നടത്തും. സിജാൽ ബക്കറ്റ്, അതിൻ്റെ മഴ പറയുന്നത് യനാലും മിന്ന വയനാലും മിൻഹു, ബക്കറ്റാകുമ്പോൾ ഇടയ്ക്ക് അവൻ കോര പല ആളുകളും കോരാലോ,
എനിക്കും കോരാ, വേറെക്കും കോരാ, എല്ലാവർക്കും കോരാലോ. അതേമാതിരി യുദ്ധമാകുമ്പോൾ ഒരു സമയത്ത് ഞങ്ങൾ വിജയിക്കും, അന്ന് അവർ പരാജയപ്പെടും, ചിലപ്പോൾ അവർ വിജയിക്കും, ഞങ്ങൾ പരാജയപ്പെടും. ബക്കറ്റ് പോലെയാണെന്ന് പറഞ്ഞു. കാല ഹിർക്ക രാജാവ് പറഞ്ഞു, മാതാ യഅ്മുറുക്കും, എന്താ നിങ്ങളോട് കൽപ്പിക്കുന്നത് അദ്ദേഹം? കുൽത്തു, ഞാൻ പറഞ്ഞു, യഖൂലു, അദ്ദേഹം പറയാണ്, ഉഅ്ബുദുല്ലാഹ്, അള്ളാഹ്ക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കണം, വഹദഹു, അള്ളാഹ്ക്ക് ഏകനായ നിലയിൽ അള്ളാഹ്ക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കുക. വലാ തുശ്രികു ബിഹി ഷൈഅൻ, അള്ളാഹുവിനോട് ഷൈനെ പങ്കു ചേർക്കരുത്. വതറുക്കുമായ യഖൂലു ആബാഹുക്കും, നിങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞ ബിംബങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ബിംബങ്ങൾക്ക് ഇബാദത്ത് എടുക്കുക, അതുപോലത്തൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക. വയഅ്മുറുന, അദ്ദേഹം ഞങ്ങൾ കൽപ്പിക്കുന്നു, ബിസ്വലാത്തി, നിസ്കരിക്കൽ കൊണ്ടും, വസക്കാത്തി, സക്കാത്ത് കൊണ്ടും, വസിദ്ഖി, സത്യം പറയൽ കൊണ്ടും, വൽ അഫാഫി, നല്ല നടപ്പ് കൊണ്ടും, വസിലത്തി, കുടുംബബന്ധം ചേർക്കൽ കൊണ്ടും, ഇതൊക്കെ ഞങ്ങൾ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഫഖാല, ഹിർക്കൻ രാജാവ് പറഞ്ഞു, അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.